ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് നടന്ന സംഭവം താൻ മറന്നേക്ക്. സീതാന്റിയോടും പറ ഒന്നും മനസ്സിൽ വെക്കേണ്ടെന്ന്. സാരമില്ലടോ, ചേച്ചിക്ക് വേണ്ടിയല്ലേ. ചേച്ചിയോ? അത് ഇവിടുത്തെ വിവാഹം കഴിഞ്ഞുള്ള നല്ല നാളുകൾ അവള് സ്വപ്നം കാണട്ടെ. അതെന്നും അവൾക്കൊരു സ്വപ്നം തന്നെയായിരിക്കും. അങ്ങനെ ഒരു പകൽ അസ്തമിക്കുമ്പോൾ തീരുന്നതല്ല രമാദേവിയുടെ വാശിയും വൈരാഗ്യമെന്ന് അവൾക്ക് ഞാൻ അറിയിച്ചു കൊടുക്കും. നിനക്കുള്ളത് നിനക്കുള്ളത് തന്നെയാ. അത് പണം കൊടുത്തായാലും ജീവൻ കൊടുത്തായാലും അത് ഞാൻ നിനക്ക് തന്നെ തരും. ഞാൻ വെറും വാക്ക് പറയില്ല. അത് നിനക്കറിയില്ലെങ്കിലും നിന്റെ അച്ഛന് നന്നായിട്ടറിയാം. ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ? നടക്കാതെ പിന്നെ നടക്കുന്നത് കുഞ്ഞോട് പറയൂ. പറഞ്ഞാൽ എങ്ങനെയോ നടത്തും. വിവാഹം എന്തെങ്കിലും ഒരു ദിവസം കഴിയുമല്ലോ. അപ്പോഴും ഈ പ്രശ്നം തന്നെ വീണ്ടും മുന്നിലില്ലേ? അപ്പോഴെന്ത് ചെയ്യും? അതോർത്ത് നീയോ ഞാനോ ഇവിടെ ഒന്നും തല പോയിക്കണ്ട. അത് കുഞ്ഞോട് തന്നെ നോക്കിയോളൂ. സത്യം പറഞ്ഞ ഇതൊക്കെ രമയെ കൊണ്ട് സാധിക്കൂ? ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാന്ന് വെച്ച് രമ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. രമ വിചാരിക്കും പോലെ തന്നെയാ കാര്യങ്ങള്. പിന്നെ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ള നിന്റെ ചോദ്യങ്ങൾ വിലയില്ലാത്ത. നിനക്കും ഇവൾക്കും അറിയാത്തൊരു കുഞ്ഞോളുണ്ട്. എനിക്ക് മാത്രം അറിയാവുന്നൊരു കുഞ്ഞോള്. തന്നോട് ആരാ പറയാതെ ജോലി എടുക്കാൻ പറഞ്ഞത്? ഒന്നാമതേ ഇന്ന് ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടായതാ. രണ്ടാമത് അർജുനേട്ടന്റെ വിവാഹം രമാമ്മയ്ക്ക് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഇടയിലാ പാലും ആദ്യരാത്രിയൊക്കെ. അതിന് ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയൊക്കെ ഉണ്ടാവൂന്ന്. എന്റെ കാര്യം പോട്ടേന്ന് വെക്കാം. ഞാൻ എന്തും വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അമ്മയുടെ കാര്യം എനിക്ക് ഇതൊന്നും ഞങ്ങൾക്ക് ശീലമില്ലാത്തതാടോ. ആദ്യമായിട്ടാ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുന്നത്. താൻ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. രമാമ്മ പറയുന്നത് അവസാനത്തെ വാക്ക്. രമാമ്മ പറയുന്നത് മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം തോന്നിയാ രമാമ്മയോട് ചോദിച്ചിട്ട് ചെയ്യാവൂ. അപ്പോ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ദേഷ്യം വന്നാൽ പിന്നെ രമാമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ന് നടന്ന സംഭവം താൻ മറന്നേക്ക്. സീതാന്റിയോടും പറ ഒന്നും മനസ്സിൽ വെക്കേണ്ടെന്ന്. സാരമില്ലടോ, ചേച്ചിക്ക് വേണ്ടിയല്ലേ. ചേച്ചിയോ? അത് ഇവിടുത്തെ അർജുൻ സാറിന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചേച്ചിയെ പോലൊരു ചേച്ചിയല്ലേന്നാ. വിവാഹത്തിന് മുന്നേ ഇവിടെ വന്നപ്പോ ഐശ്വര്യ മാഡത്തിന് എന്നോട് എന്ത് സ്നേഹമായിരുന്നു. ഇന്നിതൊക്കെ കൺമുന്നിൽ നടന്നിട്ടും ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞില്ല. എത്ര പെട്ടെന്ന് മനുഷ്യര് മാറുന്ന. ഐശ്വര്യ ചേച്ചി ഒന്നുമില്ലായ്മയെന്ന് വന്നതല്ലേ. മാത്രമല്ല ആരുമില്ലാതെ വളർന്നതാണെന്നും പറയുന്നു. അപ്പോ ആരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അത് അവരുടെ കുറ്റമല്ല, വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായതുകൊണ്ടാ. ഇവിടെ നിൽക്കായിരുന്നു രണ്ടുപേരും. ഇന്നത്തെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും അല്ലേ? അതൊക്കെ മനസ്സിൽ നിന്ന് മറക്കാൻ പറയായിരുന്നു. അതാ എനിക്കും പറയാനുള്ളത്. സീതയെ ഒരുവിധം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നീ നിന്റെ വിഷമം അവളെ കാണിക്കണ്ട. ഞാനിപ്പോ വന്നതേ നിന്നെ ഐശ്വര്യമേട അന്വേഷിക്കുന്നുണ്ട്. വേറെ പ്രശ്നത്തിനൊന്നും അല്ല, എന്നോട് സ്നേഹത്തോടെയാ സംസാരിച്ചത്. ചിലപ്പോ നേരത്തെ നടന്ന സംഭവത്തില് വിഷമമുണ്ടെന്ന് പറയാനാവും. എന്തായാലും നീ ചെന്നൊന്ന് കാണ്. ചെല്ല്. പാവം.
എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഉറങ്ങണം. അതല്ല, ഈ റിസപ്ഷന്റെ പിന്നില് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ നിനക്ക്. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഒരു ഉദ്ദേശവും ഇല്ല. എന്റെ മോൻ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അവന്റെ വിവാഹം എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് നടന്നില്ല. അപ്പോ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു റിസപ്ഷൻ നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. 30 വർഷമായി ഞാൻ നിന്റെ ഒപ്പം കഴിയാൻ തുടങ്ങിയിട്ട്. നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. അർജുൻ ഐശ്വര്യം കൊണ്ട് വന്നപ്പോ എതിർത്ത നീ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മനം മാറി ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ലെന്ന് എനിക്കറിയാം. വേറെ എന്തോ മുന്നിൽ കണ്ട നീ ഇതൊക്കെ ചെയ്യുന്നത്. ഇതാ ശരിയല്ലേ? ശരിയല്ല. നമുക്കൊക്കെ വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ. ഇനിയും എന്തിനാ വാശിയും വൈരാഗ്യമൊക്കെ? രാവിലെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചതല്ലേ. അപ്പോ പരിഹാരവും ഞാൻ തന്നെ കാണാമെന്ന് കരുതി. അവന്റെ ഇഷ്ടത്തിന് ഒപ്പം നിൽക്കുക, അതല്ലേ അവന്റെ അമ്മയായ ഞാൻ ചെയ്യേണ്ടത്. പിന്നെ 30 വർഷത്തെ കണക്ക് പറയുമ്പോ കൂടെ ജീവിച്ച കാര്യം മാത്രമല്ല, എന്നെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് കൂടി പറയണം. അതിലെന്റെ ഭർത്താവ് ഒരു വട്ടപൂജ്യം. അതുകൊണ്ടാണല്ലോ ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും സംശയബുദ്ധിയോടെ ഓരോന്ന് ചോദിക്കുന്നത്. ഈ റിസപ്ഷന്റെ പിറകിൽ എനിക്ക് വേറെ ഒരു ഉദ്ദേശവും നല്ല ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങള് സമാധാനത്തോടെ കിടന്നുറങ്ങ.